മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട്ടെ അനുവിന്റെ കൊലപാതകത്തിൽ ഒരാൾ പിടിയിൽ. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയാണ് പിടിയിലായത്. മുന്നേ ബലാത്സംഗം, മോഷണക്കേസ് എന്നിവയിലെ പ്രതിയാണ് ഇയാൾ. വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? അതിംഷാദ്, കോഴിക്കോട് പേരാമ്പ്രയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കൊല്ലപ്പെട്ട അനു എന്ന് പറയുന്ന യുവതിയുടെ മരണം ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് സ്ഥിരീകരണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഈ കേസിൽ ഇന്നലെ രാത്രിയോടുകൂടി പ്രതിയായിട്ടുള്ള മലപ്പുറം സ്വദേശി അറസ്റ്റിലായിട്ടുണ്ട്. ഈ പ്രതി എന്ന് പറയുന്നത് മുന്നേ തന്നെ ബലാത്സംഗ, മോഷണ കേസിലെ നിരവധി കേസുകളിലെ പ്രതിയാണ്. പേരാമ്പ്ര പോലീസാണ് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ അനുവിനെ തോട്ടിൽ, അതായത് പേരാമ്പ്രയിലെ ഒരു തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം മരിച്ച അനു അർദ്ധനഗ്നയായിട്ടായിരുന്നു തോട്ടിലുണ്ടായിരുന്നത്. മാത്രമല്ല, അനുവിന്റെ ശരീരത്തിലെ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഈ കേസിൽ ഒരു ദുരൂഹതയ്ക്ക് തുടക്കം വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും കുടുംബക്കാരും അടക്കം മുന്നോട്ട് വരുന്നതും പോലീസിൽ പരാതി നൽകുന്നതും. അതിനുശേഷം ഒരു CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ പ്രതി, അതായത് ആ പ്രദേശത്ത് സംശയാസ്പദമായി കണ്ട ഈ മലപ്പുറം സ്വദേശിയിലേക്ക് അന്വേഷണം എത്തുന്നത്. ശേഷമാണ് അനുവിന്റെ ഈ ഒരു മരണം കൊലപാതകം എന്ന രീതിയിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഇതിൽ പ്രധാനമായും ഈ പ്രതി മുന്നേ തന്നെ ഇതുപോലുള്ള മോഷണ കേസുകളിലും ബലാത്സംഗ കേസുകളിലെയും പ്രതിയാണ്. ഈ പ്രതിയുടെ ഒരു പതിവ് രീതിയാണ്, അതായത് മോഷണം ചെയ്ത ബൈക്കിലെത്തി മറ്റ് മോഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഈ ഒരു പ്രതിയുടെ ഒരു പതിവ് രീതിയാണ്. ഇത് തന്നെയാണ് ഇവിടെയും തുടർന്നത്. മാത്രമല്ല, അനുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഒരു മുങ്ങി മരണം എന്ന് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശ്വാസകോശത്തിലടക്കം തോട്ടിലെ ചളിയുടെ അംശമുണ്ടായിരുന്നു. മാത്രമല്ല, ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതാണ് മറ്റൊരു രീതിയിലേക്ക് അന്വേഷണം നടക്കാനുള്ള ഒരു കാരണം. എന്തായാലും ഇന്നലെ രാത്രി ഈ പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. മലപ്പുറം സ്വദേശിയാണ്. ഇന്ന് തന്നെ പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുശേഷം